അപ്പം ഞാൻ ഇന്നിൻ്റെ ചേതയ്ക്ക് 1.5 വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിവ്യൂ പറഞ്ഞുതരാം. 1.5 വർഷത്തിൽ ഏകദേശം ഒരു 28,000 സംതിങ് ഓടിയിട്ടുണ്ട്. ഇരുപത്തെട്ട് 244 ഓടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഒന്ന് ഞാൻ പറഞ്ഞു, എൻ്റെ എക്സ്പീരിയൻസ്. ഓടിക്കാൻ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ്, ഭയങ്കര സുഖം. ഫുൾ ബോഡി മെറ്റലാണ്, അവിടെ നല്ല വെയിറ്റ് ഉണ്ട് വണ്ടി. ഏകദേശം 110 കിലോമീറ്ററോളം റേഞ്ച് കിട്ടുന്നുണ്ട്. പിന്നെ റൂട്ടിൽ ഓടേണ്ട ആളായതുകൊണ്ട് എല്ലാ ദിവസവും ചാർജ് ചെയ്ത് വെക്കും. ഇപ്പോൾ റൂട്ട് പോവുകയാണെങ്കിലും കുറേ ആൾക്കാർ വന്നിട്ട് ചോദിക്കും എങ്ങനെയുണ്ട് വണ്ടി, എടുക്കാൻ പ്ലാനിങ് ഉണ്ട്, അപ്പോൾ എന്താണ് എക്സ്പീരിയൻസ് എന്നൊക്കെ. എന്നെ സംബന്ധിച്ച് നല്ല വണ്ടിയാണ്, കാരണം ഇതുവരെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. 5000 കിലോമീറ്റർ കൂടുമ്പോൾ സർവീസ് ഉണ്ട്, അതിൻ്റെ ഒരു 600-700 വരും. കമ്പനി അന്ന് 127 കിലോമീറ്റർ ആണ് റേഞ്ച് പറഞ്ഞത്. നിലവിൽ ഇപ്പോൾ ഇറങ്ങേണ്ട ചേതക്കിനൊക്കെ, അതായത് 2501, 502 മോഡലിനൊക്കെ ഏകദേശം 155 കമ്പനി റേഞ്ച് പറയുന്നുണ്ട്. ഏതായാലും 130 കിട്ടും എന്തായാലും. പിന്നെ കംപ്ലൈൻ്റ് ആയിട്ട് പറയാം, ഇതുവരെ എനിക്ക് കംപ്ലൈൻറ്റുകളൊന്നും വന്നിട്ടില്ല. ആകെ വന്നിട്ടുള്ളത് വീലിൻ്റെ ബെയറിങ് പോയി. ഈ വണ്ടിക്കാണെങ്കിൽ ബെയറിങ് അല്ല ഉണ്ട്, മോട്ടർ വീലും ഡയറക്റ്റ് കണക്ഷനാണ്, ബെൽറ്റ് കണക്ഷൻ അല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ വീൽ ബെയറിങ് മാറ്റാൻ പറ്റുന്നില്ല. ഈ മോഡലിന് വീൽ ബെയറിങ് വരുന്നില്ല. ഇപ്പോൾ ഇറങ്ങേണ്ട മോഡലിനൊക്കെ ബെയറിങ് ആണ് വരുന്നത്. അപ്പോൾ അത് 300 രൂപയ്ക്ക് മാറ്റാൻ പറ്റും. അതുകൊണ്ട് ഷോറൂം എന്ന് പറഞ്ഞത് വീല് മൊത്തത്തിൽ മാറ്റം വന്നതാണ്. 4500 രൂപയാണ് അതിന് പ്രൈസ് വരുന്നത്. ഏതായാലും അത് ക്ലെയിം ചെയ്ത് ഈ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതൊരു ഉപകാരമാവും. കാരണം കുറേ ഫ്രണ്ട്സ് തന്നെ കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് വണ്ടി എങ്ങനെയുണ്ട്, എന്താ പാട് എന്നുള്ളത്. അപ്പം ഈ കാര്യങ്ങൾ കൂടുതൽ അറിയാൻ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ EVയിലോട്ട് മാറുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ സാധാ ബൈക്ക് ഓട്ടുന്ന പോലെ ടൈമിങ് എന്തായാലും നോക്കണം. എവിടേക്കെങ്കിലും ലോങ് പോകണമെങ്കിൽ ചാർജ് ചെയ്യാനുള്ള ടൈമിങ് നോക്കണം. പിന്നെ ഒരു 40-45 കിലോമീറ്റർ സ്പീഡിൽ പോവുകയാണെങ്കിൽ ഈ കമ്പനി പറഞ്ഞ റേഞ്ച് കിട്ടുള്ളൂ. അതാണ് ഏറ്റവും ബെറ്റർ, ബാറ്ററി ലൈഫ് കിട്ടാൻ. അല്ല ത്രോട്ടിൽ കൊടുത്ത് പോകുമ്പോൾ പ്രശ്നമാണ് ബാറ്ററി. പിന്നെ ഇങ്ങനത്തെ ചെറിയ ചെറിയ വീഡിയോസ് ചാനലിൽ ഇനിയും വരും. ഒന്ന് സബ് ചെയ്തിടാം, സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഇതിൽ 2 മോഡേ വരുന്നുള്ളൂ, ഒരു എക്കോ മോഡും ഒരു സ്പോർട്സ് മോഡും. എക്കോ മോഡിൽ തന്നെ അത്യാവശ്യം പവറുണ്ട്. 2 ആളെ വെച്ച് കയറ്റം വലിക്കാൻ അതിൻ്റെ ധാരാളമാണ്. ആക്സിലേറ്റർ സ്പീഡ് കൊടുക്കണമെങ്കിൽ അത് നേരെ സ്പോർട്സ് മോഡ് കയറും ഓട്ടോമാറ്റിക്. പറഞ്ഞതൊക്കെ എൻ്റെ മാത്രം എക്സ്പീരിയൻസാണ്. ചേതക്ക് എടുത്ത പലരും ഉണ്ടാവും, പലർക്കും പല എക്സ്പീരിയൻസ് ആവും ഉണ്ടാവുക. ചാനലിൽ ഇനിയും വീഡിയോസ് വരും, അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.